ദൃക്സാക്ഷി കൂടിയുണ്ട് നമുക്കൊപ്പം. ശരത്ത്, ആ ബൈക്കിൽ വന്ന അവരോട് കൂടി നമുക്ക് അവരുടെ പ്രതികരണം, അവരിപ്പോൾ എനിക്ക് തോന്നുന്നു അല്പം മാനസിക സമ്മർദ്ദത്തിലായിരിക്കും. ആ സമ്മർദ്ദം ഒന്ന് ഒഴിഞ്ഞാൽ നമുക്ക് അവരോട് കൂടി ഒരു പ്രതികരണം ചോദിക്കാം. എന്തായിരുന്നു അവരുടെ പ്ലാൻ? ഒരു പക്ഷേ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവിടെ എത്താൻ വേണ്ടി അവർ പോയതാണ്, പക്ഷേ അമിത വേഗതയിലായിരുന്നില്ല എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. മഴയായിരുന്നു വില്ലൻ, ഒപ്പം വണ്ടിക്ക് ABS സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടി ഒരുപക്ഷെ സ്ലിപ്പാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ദൃക്സാക്ഷിയുടെ ഒരു പ്രതികരണം കൂടി ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടുവരാം. വലുതായിട്ട് അങ്ങനെ അപകടം നടക്കുന്ന മേഖലയല്ല. ഇതിനു മുമ്പൊന്നും ഇത്രയും വലിയൊരു അപകടം ഇവിടെ നടന്നിട്ടില്ല. ബസ്സിലുണ്ടായിരുന്ന ആളുകളുടെ പരിക്ക് അങ്ങനെ ബസ്സിലൊരു കുട്ടിക്ക് നല്ല പരിക്കുണ്ടെന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ കുട്ടിയെന്നാണ് പറഞ്ഞത്. അമ്മയും അച്ഛനും കൂടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാറിൻ്റെ അകത്ത് എത്ര പേരുണ്ടെന്ന് ആ സമയത്ത് കറക്റ്റ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എത്ര പേരുണ്ടെന്ന് നോക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് 10 പേര് 11 പേര്, പക്ഷെ ഞാൻ ഒരു 8 പേരെ ഞാൻ കണ്ടുള്ളൂ. ഈ 3 പേരെ എടുത്തപ്പോൾ തന്നെ ഏകദേശം ഒട്ടും അനക്കമില്ലായിരുന്നു. പിന്നെ ഈ ഡ്രൈവർ പയ്യൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സംസാരിക്കുന്നത്. ആ പയ്യൻ പറയുന്നുണ്ട്, ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്, ഞങ്ങളെല്ലാവരും സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പുള്ളിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു എന്താ പറ്റിയെന്നുള്ളതെങ്കിലും അങ്ങനെ ആ സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല, എന്താ പറ്റിയെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ആ പിള്ളേരെ പുറത്തെടുക്കുക. കാര്യം നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. ആ സമയത്ത് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് പുറത്തിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പുള്ളി പറയുന്നതൊക്കെയാണ് ഞാൻ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഡ്രൈവറെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാറിലാണ് പുള്ളി കൊണ്ടുപോകുന്നത്. ബാക്കി വന്നവർ 6 ആംബുലൻസ് 7 ആംബുലൻസോളം വന്നിട്ടുണ്ട്. പുറകിൽ 9 പേരോ 10 പേരോ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ നമ്മുടെ സഹപ്രവർത്തകർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നതാണ്. അവരും പിന്നെ ഫയർഫോഴ്സ് വന്ന 2 പേർക്ക് ചെറിയ അവരുടെ കൈയൊക്കെ അതിനകത്ത് ജാമായി പോയിട്ടുണ്ട്. അവർക്കും പരിക്കുകളുണ്ട്. 2 പേരുടെ കൈ അതിനകത്ത് കിടക്ക് പോയതാണ്. നല്ല മഴയുണ്ടായിരുന്നു. റോഡിൽ നിന്ന് വണ്ടി തെന്നി മാറാൻ പറ്റുന്ന ടയർ തന്നെ നല്ല മഴയായിരുന്നു. സ്കിഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. കാര്യം ആ CCTV നോക്കുമ്പോഴേക്കും അങ്ങനെ കാണിക്കുന്നത്. കാര്യം വണ്ടി വന്നിട്ട് സ്കിഡ് ചെയ്ത് നേരെ അതിൻ്റെ റൈറ്റ് സൈഡല്ല ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇടിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നവർക്കാണ് കൂടുതലും പരിക്ക് വന്നിട്ടുള്ളത്. ഡ്രൈവർ സീറ്റ് വലിയ പരിക്ക് കാണുന്നില്ല. ഇന്നലെ നടന്ന അപകടത്തിന് ശേഷം അതിന് സാക്ഷികളായവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായവരും ഒക്കെയാണ്. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നും ഇന്നലെ അപകടം നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ കാഴ്ചകൾ എന്തായിരുന്നു എന്നുള്ളതും ഒക്കെയായിരുന്നു. ഒരുപക്ഷെ KSRTC ഡ്രൈവർക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വാഹനം വന്ന് സ്ലിപ്പ് ചെയ്ത് വന്ന് ഇടിക്കുകയായിരുന്നു. ഈ ഹൈവേകളിലെല്ലാം അല്ലെങ്കിൽ ദേശീയപാതകളിലും ഇത്തരം നല്ല റോഡുകളിലെല്ലാം ചില വാട്ടർ പാളി ഫോം ചെയ്യും. അപ്പോൾ ആ ജലപടലം യഥാർത്ഥത്തിൽ വലിയ അപകടം ഉണ്ടാക്കുന്ന ജലപാളി. അപ്പോൾ ആ ജലപാളിയാണ് ഇതിനകത്തും അപകടം ഉണ്ടാക്കിയിരിക്കാനുള്ളൊരു സാധ്യത. വണ്ടി ബ്രേക്ക് ചെയ്തു, വളരെ പെട്ടെന്ന് സ്കിഡ് ചെയ്തു. ഡ്രൈവറുടെ ഭാഗം തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡ് വന്ന് നേരെ ഇടിക്കുകയായിരുന്നു. വലിയ ഇടിയാണ് ഉണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ അവിടെ വെച്ച് തന്നെ 3 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പോലും നമ്മളോട് പറയുന്നത്.